നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 10. അങ്ങനെ നമ്മൾ നാളെ മുതൽ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നേരിയ തോതിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചിരുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് വീക്കിലി ബേസിസിൽ 0.7% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രധാനമായും 8 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഏകദേശം NSEയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ ക്വാർട്ടർ ഓഫ് ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞെങ്കിലും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും ഏകദേശം 480-ലേറെ കമ്പനികളാണ് അവയുടെ ക്വാർട്ടർ ഓഫ് ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുന്നതും. കൂടാതെ നിഫ്റ്റി 50 ഇൻഡെക്സിൽ നിന്നും ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, ഭാരതി എയർടെൽ, സിപ്ല, ടാറ്റ സ്റ്റീൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ബജാജ് ഫിൻസർവ് തുടങ്ങിയ കമ്പനികളും നിഫ്റ്റി 50 ഇൻഡെക്സിന് പുറമെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായ ടാറ്റ മോട്ടോഴ്സ്, PVR ഐനോക്സ്, ടാറ്റ പവർ, നസാര ടെക്നോളജീസ്, സെയിൽ, MTAR ടെക്നോളജീസ്, കാനറ ബാങ്ക്, ഫ്രാക്ടൽ അനലിറ്റിക്സ്, ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ അവയുടെ ക്വാർട്ടർ ഓഫ് ഏർണിംഗ്സുകൾ ഈ ആഴ്ച പ്രസിദ്ധീകരിക്കുന്നതിനാൽ തന്നെ ഏകദേശം ഒരു മാസത്തിനടുത്തായി നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ക്വാർട്ടർ 4 ഏർണിംഗ്സ് തന്നെയായിരിക്കും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിരുന്നു US-ഉം ഇറാനും തമ്മിലുള്ള സീസ് ഫയറിന് ചെറിയ തകർച്ചകളൊക്കെ നേരിടുകയുണ്ടായി. എന്നാൽ വീണ്ടും US ഇറാൻ സംഘർഷങ്ങള് താൽക്കാലികമായിട്ടാണെങ്കിലും കൂൾ ഓഫ് ആവുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല വീണ്ടും ഇറാനും US തമ്മിൽ ഒരു ഡീലിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതിനാൽ തന്നെ അത് ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ വിലയ്ക്ക് നേരിയ തോതിലാണെങ്കിലും ഇടിവ് രേഖപ്പെടുത്തുവാനും കാരണമായി. എന്നിരുന്നാൽ കൂടിയിട്ടും ഇന്ന് വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ലെബനോനിലേക്കുള്ള ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്നും US ബേസിനെതിരെയുള്ള ഭീഷണികൾ വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതും. ഇതുകൂടാതെ IRGCയുടെ ഭാഗത്ത് നിന്നും ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്കോ വാണിജ്യ കപ്പലുകൾക്കോ നേരെയുള്ള ആക്രമണം US-ന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും സൈനിക കപ്പലുകൾക്കും കനത്ത ആക്രമണം തങ്ങൾ നടത്തുമെന്നുള്ള മുന്നറിയിപ്പും IRGC പുറപ്പെടുവിക്കുകയും ചെയ്തു ഇന്നലെ ശനിയാഴ്ച. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായോ നെഗറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഈ ആഴ്ചയിലും പ്രധാനമായും സ്വാധീനിക്കുക. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും പ്രതീക്ഷിച്ചതിലും മികച്ച ജോബ് ഡാറ്റയാണ് റിലീസ് ചെയ്യപ്പെടുകയും ഉണ്ടായത്. കൂടാതെ ഈ ആഴ്ചയിൽ നിന്നും US-ൽ നിന്നും പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഇവന്റുകളും നടക്കാനിരിക്കുന്നു. നാളെ തിങ്കളാഴ്ച വൈകുന്നേരം 7:00 ഏപ്രിൽ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയുടെയും മെയ് 12 ചൊവ്വാഴ്ച വൈകുന്നേരം 6 ഏപ്രിൽ മാസത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. 13 ഏപ്രിൽ മാസത്തെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിന്റെ റിലീസ് ഉണ്ട്. പിന്നീട് വ്യാഴാഴ്ച വൈകുന്നേരം 6 ഏപ്രിൽ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. അതിനാൽ തന്നെ ഈ ആഴ്ച US മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവന്റുകളാൽ തിരക്കേറിയ ഒരു ആഴ്ചയിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നതും. US മാർക്കറ്റ് മദർ മാർക്കറ്റ് ആയതിനാൽ തന്നെ ഈ ഡാറ്റകളുടെയൊക്കെ പ്രതിഫലനങ്ങൾ അത് ഇന്ത്യൻ മാർക്കറ്റിലും കാര്യമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവയുടെ റിസൾട്ടുകളൊക്കെ നമുക്ക് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും അവയുടെ റിസൾട്ടുകളും അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ മെൻഷൻ ചെയ്യാം സ്പെസിഫിക് ആയിട്ട് തന്നെ. കൂടാതെ ഇന്ത്യയിൽ നിന്നും വരുന്ന ചൊവ്വാഴ്ച ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ട്. വ്യാഴാഴ്ച 14 WPI ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5% അഥവാ 0.4% ഉയർച്ചയോടുകൂടി $100.49 per ബാരൽ എന്ന നിലയിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നത്. അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.14% ഇടിവോടുകൂടി 94.68 എന്ന ലെവലിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും നേരിയ തോതിൽ രൂക്ഷമായതിനെ തുടർന്ന് എണ്ണയുടെ വിലയിൽ ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമാധാന നടപടികളുടെ മുകളിലുള്ള പ്രതീക്ഷയെ തുടർന്ന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എണ്ണയുടെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏകദേശം 2.5 ആഴ്ചക്കേറെ കാലത്തിന് ശേഷം മാത്രമല്ല ഈ മാസത്തെ ആദ്യത്തെ ബൈയിങ്ങും കഴിഞ്ഞ തിങ്കളാഴ്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയെങ്കിലും തുടർന്ന് ചൊവ്വ മുതൽ വെള്ളി വരെ തുടർച്ചയായി ശക്തമായ സെല്ലിംഗ്
സെല്ലിംഗും അവരുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. തൽഫലമായി വെള്ളിയാഴ്ച വരെ ഈ മാസം 14,231 കോടി രൂപയ്ക്ക് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിറ്റിറങ്ങി. ഇതിനെ തുടർന്ന് ഈ കലണ്ടർ വർഷത്തില് വെള്ളിയാഴ്ച വരെ ഏകദേശം 2,06,000 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടതായിട്ട് വന്നത്. ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നിടത്തോളം തുടർന്ന് 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. ഈ ലെവലും ശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ തുടർന്ന് 24,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും ഒരുപക്ഷെ സാധ്യമായേക്കാം. എന്നാൽ 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ ആണെങ്കിലും ഈ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് വളരെ ക്രൂഷ്യലാണ്. കാരണം ഏകദേശം 3 ആഴ്ചയിലേറെ കാലമായി ഈ ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സപ്പോർട്ടായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നതും. ആയതിനാൽ തന്നെ എന്തെങ്കിലും കാരണവശാൽ അടുത്ത ആഴ്ചയിൽ നിഫ്റ്റിക്ക് ഈ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് താഴേക്കുള്ള പ്രയാണം നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ തുടർച്ചയായ 2 ആഴ്ചകളിലെ ശക്തമായ നഷ്ടത്തിന് ശേഷം ഇന്ത്യൻ രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നേരിയതാണെങ്കിലും 0.4% വീക്ക്ലി നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. 94.40 എന്ന ലെവലില്. ഇതിനെല്ലാം പുറമെ കോർപ്പറേറ്റ് ഇവന്റ്സുകളുടെ കാര്യത്തിലും യാതൊരു കുറവുമില്ല. എസ്പെഷ്യലി പല കമ്പനികളുടെയും എക്സ് ഡിവിഡന്റിന്റെയും ബോണസ് ഇഷ്യൂവിന്റെയൊക്കെ റെക്കോർഡ് ഡേറ്റ് ഈ വരുന്ന ആഴ്ചയിലുണ്ട്. എക്സ് ഡിവിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മണപ്പുറം ഫൈനാൻസ്, പ്രീമിയർ എനർജീസ്, ഒബ്രോയ് റിയാലിറ്റി, ആനന്ദ് രതി വെൽത്ത്, ആപ്റ്റസ് വാലി ഹൗസിംഗ് ഫൈനാൻസ്, IEX തുടങ്ങിയ സ്റ്റോക്കുകളും അതേസമയം ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആപ്റ്റസ് ഫാർമ, ബയോജൻ ഫാർമചം ഇൻഡസ്ട്രീസ്, ദേവ് ലാബ്ടെക് വെഞ്ചർ തുടങ്ങിയ സ്റ്റോക്കുകൾ അവയുടെ ബോണസ് ഇഷ്യൂവുമായിട്ട് ലൈനപ്പ് ചെയ്തിട്ടുമുണ്ട്. ആയതിനാൽ തന്നെ കോർപ്പറേറ്റ് ഇവന്റ്സുകളുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസിനും സാധ്യതകൾ ഏറെയുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ശനിയാഴ്ച വെളുപ്പിനോടുകൂടി ഗിഫ്റ്റ് നിഫ്റ്റിയിൽ 40 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. എങ്കിലും നാളത്തെ ഓപ്പണിംഗ് റേഞ്ച് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ മെൻഷൻ ചെയ്യാം. കാരണം ഒരുപക്ഷെ നാളെ വീണ്ടും വ്യാപാരം രാവിലെ 6:00 പുനരാരംഭിക്കുമ്പോൾ ഓപ്പണിംഗ് റേഞ്ചും മാറിമറിയാനുള്ള സാധ്യതകൾ ഏറെയാണ് താനും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. GHV ഇൻഫ്രാ പ്രോജക്ട്സ് ടയർ നിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട് 7,000 കോടി രൂപയുടെ EPC കരാർ കമ്പനിക്ക് ലഭിച്ചു. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ കോർട്ട് ഓഫ് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ബജാജ് ഹെൽത്ത് കെയർ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 11.2 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 22.9 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തതും. അതേസമയം റവന്യൂവിലും 0.9% നേരിയ ഇടിവും രേഖപ്പെടുത്തി. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 18.8% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 6.6% വർധനവും രേഖപ്പെടുത്തി. നിവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 65.6% വർധനവ് രേഖപ്പെടുത്തി. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 47 കോടി രൂപയിൽ നിന്നും ഇത്തവണ 340 കോടി രൂപയായിട്ട് വർധനവ് രേഖപ്പെടുത്തി. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 19% വർധനവും രേഖപ്പെടുത്തി. ഒബ്രോയ് റിയാലിറ്റി നെറ്റ് പ്രോഫിറ്റില് 62.4%, റവന്യൂവില് 52.1% ഉയർച്ച രേഖപ്പെടുത്തി. ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റില് 82.5%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 2.1% ഉയർച്ച രേഖപ്പെടുത്തി. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് നെറ്റ് പ്രോഫിറ്റില് 20.7%, റവന്യൂവില് 17.9% വർധനവ് രേഖപ്പെടുത്തി. ബാങ്ക് ഓഫ് ബറോദ നെറ്റ് പ്രോഫിറ്റില് 11.3%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 7% വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ 8 രൂപ പെർ ഷെയർ നിലയില് ഡിവിഡന്റും പ്രഖ്യാപിച്ചു. JSW ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റില് 17.9% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 18.6% വർധനവും രേഖപ്പെടുത്തി. സ്വിഗ്ഗി കമ്പനിയുടെ നെറ്റ് ലോസ് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 1081 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 800 കോടി രൂപയിലേക്കാണ് ലോസ് കുറയ്ക്കുകയും ഉണ്ടായത്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റില് 22.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 8%
ശതമാനത്തിന്റെ വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.